ശശി തരൂർ ബാക്ക് ടു ഹോം. BJPയുടെ വോട്ടുകൾ BDJസിലേക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി അവർക്കുണ്ട്. ഇതൊരു പാരഡോക്സ് ആണ് യഥാർത്ഥത്തിൽ. ഒരു 3-4 സീറ്റ് അവർക്ക് കിട്ടാനുള്ളൊരു സാഹചര്യം സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ പഴയ മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ ആണ് പിൽക്കാലത്ത് BJPയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി തീരുന്നത്. ഇപ്പോൾ പോലും അതിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നത്. സ്വാഗതം ജോൻ്റെ സ്റ്റോറിയിലേക്ക്. പ്രീ റോൾസിൽ നമ്മൾ ഇന്ന് BJPയുടെ പെർഫോമൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കണക്കൂട്ടലുകളുണ്ടായിരുന്നു BJPക്ക്. പക്ഷേ അതിൽ നിന്ന് താഴേക്ക് പോവുകയാണ് ചെയ്തത്. വോട്ട് ശതമാനത്തിൽ, അവർക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ ഒക്കെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത വളർച്ച BJPക്കോ NDAക്കോ നേടാൻ സാധിച്ചില്ല. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ആലോചിക്കുമ്പോൾ BJPയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? 2016-ലും 2021-ലും 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും UDFൻ്റെ സാധ്യതകളെ BJP പിടിച്ച വോട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പോസ്റ്റ് പോൾ സർവേകളിൽ, പോസ്റ്റ് പോൾ അനാലിസിസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കുറി എങ്ങനെയായിരിക്കും BJP പെർഫോം ചെയ്യുക? ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതിനെ BJPക്കും UDFനും ഇടയിൽ വിഭജിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതേ ഭരണവിരുദ്ധ വികാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്കും UDFനും ഇടയിൽ സ്പ്ലിറ്റ് ചെയ്ത് പോയില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട് എന്നതുകൂടി പരിഗണിക്കണം. പക്ഷേ എന്താ തോന്നുന്നത്? BJP, നമുക്ക് ആദ്യം BJPയുടെ ഒരു കേരളത്തിലെ ടോട്ടൽ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ അത് ഒട്ടും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് BJP കാഴ്ചവെക്കുന്നില്ല എന്നാണ് അവരുടെ വോട്ട് പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞപ്പോൾ 1980-ൽ BJP രൂപവൽക്കരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യഘട്ടങ്ങളിൽ ഏതാണ്ട് ഒരു 3% താഴെ വോട്ട് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ഇത് 2000 മുതൽ 2011 വരെയുള്ള കാലയളവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ BJPക്ക് കേന്ദ്രത്തിൽ അധികാരം ലഭിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം, NDA എന്നുള്ള രൂപത്തിൽ. ആ സമയത്ത് BJPയുടെ വോട്ട് പെർസെൻറ്റേജ് ഏതാണ്ട് 4 മുതൽ 6% വരെയായി നിൽക്കുന്നു. പക്ഷേ 2014 മുതൽ അതിൽ നിന്ന് കുറെക്കൂടെ ഭേദപ്പെട്ട ഒരു പെർഫോമൻസിലേക്ക് BJP പോകുന്നുണ്ട്. എങ്കിൽ പോലും അതിനെ സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ BJPക്ക് കഴിയുന്നുമില്ല. ആകെ നിയമസഭയിൽ ഒരു സീറ്റ് 2016-ൽ നേടിയത് ഒഴിച്ചാൽ മറ്റ് പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടിയെങ്കിലും അതിനാനുപാതികമായ ഒരു പെർഫോമൻസ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാനും അവർക്ക് സാധിച്ചിട്ടില്ല. ഇതിനെ ഒരു മൊത്തം നോക്കുമ്പോൾ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ യഥാർത്ഥത്തിൽ ഹിസ്റ്റോറിക്കലി എടുത്താൽ വളർച്ചയുണ്ട്. 2010-ന് ശേഷം 2 ഡിജിറ്റിന് താഴേക്ക് പോയിട്ടില്ല. വോട്ടിംഗ് ശതമാനത്തിൽ മീൻസ് വോട്ട് ഷെയറിൽ ഗ്രാജുവലായ വളർച്ച ഉണ്ട്. അത് പിറകോട്ട് പോകുന്നു എന്നത് ഈ അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള വ്യത്യാസമായിട്ടാണ് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയറിനെ ഒരു പാരാമീറ്ററായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഏതാണ്ട് 3500-ഓളം വാർഡുകളിൽ, സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ നിർത്താൻ മാത്രം സ്വാധീനമില്ലാത്ത വാർഡുകൾ എന്നതുകൊണ്ടാവാം സ്ഥാനാർത്ഥികൾ നിർത്തപ്പെടാതിരുന്നത്. പക്ഷേ അവിടെയും ലേറ്റൻ്റായ വോട്ട് ഉണ്ടാകാം. മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ കിട്ടാത്ത വാർഡുകളാണോ എന്നുള്ളത് കൂടെ പരിശോധിക്കണം. സ്ഥാനാർത്ഥിയെ കിട്ടാത്ത വാർഡുകളാകാം, പക്ഷേ ലേറ്റൻ്റായ BJP വോട്ട് അവിടെ ഉണ്ടാകാം. BJPക്ക് അനുകൂലമായ ഒരു ചെറിയ വോട്ട് അവിടെ ഉണ്ടാവും. അതുകൂടി പരിഗണിക്കുകയാണെങ്കിൽ വോട്ട് ഷെയർ, NDAയുടെ മൊത്തം വോട്ട് ഷെയർ ഒരു 20% ടച്ച് ചെയ്യുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ ഇൻറ്റേർണലായ കണക്കുകൾ അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ലഭ്യമായ കണക്കുകൾ, പബ്ലിക്കിൽ മീഡിയ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇപ്പം മനോരമയുടെ കണക്ക് 80 സീറ്റുകളിൽ UDF വരും, 2 സീറ്റാണ് BJPക്കുള്ളത്, വട്ടിയൂർക്കാവും നേമവും. എന്നാൽ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ പിക്ചറായിരുന്നു BJPയുടേത്. 11 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ 1-ാം സ്ഥാനം, 9 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ 2-ാം സ്ഥാനം. അങ്ങനെ 20 അസംബ്ലി മണ്ഡലങ്ങളിൽ 1-2 സ്ഥാനത്തുള്ള വലിയ സാന്നിധ്യമായി 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വന്നു. അതിനടുത്ത് വോട്ട് അവർക്ക് കിട്ടുമെന്നാണ് ഇൻറ്റേർണലി അവർ കണക്കാക്കുന്നത്. ആ വിധത്തിലുള്ള ക്യാമ്പയിൻ ആണ് അവർ സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം സംഭവിച്ചാലും, BJPക്ക് ഇത്രയും വോട്ട് ഷെയർ ഉണ്ടായാലും, കേരളത്തിൻ്റെ സവിശേഷമായ മുന്നണി സംവിധാനത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഇവിടുത്തെ മറ്റ് ജനവിഭാഗങ്ങളുടെ വോട്ടിംഗ് സ്വഭാവവും അനുസരിച്ച് BJPക്ക് ഇലക്ട്രൽ വിൻ എന്നത് സാധ്യമല്ലാത്തൊരു പ്രദേശമായി
കേരളം ഇനിയും തുടരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് കടക്കുക എന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഹിന്ദു വോട്ടിൻ്റെ സ്വഭാവത്തിൽ വ്യതിയാനമുണ്ടാക്കണം. ഇപ്പോൾ 2016 ശ്രമിച്ച പോലെ ഈഴവ വോട്ടിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വോട്ടിനെ അങ്ങോട്ട് കൂട്ടുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ, സ്റ്റേബിളായ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. ഇത് മൂന്നും അസാധ്യമായതിനാൽ BJP അക്കൗണ്ട് തുറക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ ശുഷ്കമായ സാന്നിധ്യമുള്ളതോ ആയി തുടരും കേരളത്തിൽ എന്ന് തന്നെയാണ് തോന്നുന്നത്. അതേസമയം മുന്നണികളിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള വളരെ സ്ട്രോങ് ആയൊരു പൊസിഷനിലേക്ക് BJPയുടെ വോട്ട് ശതമാനം കയറിയിട്ടുണ്ട്. അതാണ് കൂടുതൽ പ്രധാനം എന്നാണ്. അവിടെ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ മുന്നണികളുടെ ഭരണം തീരുമാനിക്കാൻ BJPക്ക് കഴിയുന്നൊരു സാഹചര്യം, ഇപ്പോൾ ഈ വോട്ട് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. അതായത് അവർക്ക് കിട്ടുന്ന ഇപ്പോൾ ആവറേജ് ഒരു 16% വോട്ട് NDAക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം ഇപ്പോൾ കേരളത്തിൽ. ആ വോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഭരണം തീരുമാനിക്കാൻ കഴിയും എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ നോക്കൂ. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ആൻറ്റി ഇൻകംബൻസി ഒരു ഫാക്ടറായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നതിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ആൻറ്റി ഇൻകംബൻസി കൃത്യമായി UDFിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ ഒരു തരത്തിലും BJP ഏതെങ്കിലും ഒരു എന്താ പറയുക വിന്നിങ് വിജയം തീരുമാനിക്കുന്ന ഒരു ഘടകം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫ് കോഴ്സ് BJP അവിടെ ജയിച്ചു. അവരുടെ പ്രസൻസ് 2 മുന്നണികളെയും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തത് UDFനെയാണ്. അപ്പോൾ ആ നിലയ്ക്കൊരു റെലവൻസ് അവർക്ക് അവിടെയുണ്ട്. അതുപോലെ ചില അപൂർവം മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ വെച്ചുകൊണ്ട് നമ്മൾ ചില നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ അവരുടെ വോട്ട് നിർണായകമായേക്കാം എന്നുള്ളതല്ലാതെ എക്രോസ് കേരള അവരുടെ വോട്ട് നിർണായകമായി മാറുമോ ഇലക്ഷൻ റിസൾട്ടിൽ? അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ മാത്രം പ്രശ്നമല്ലേ? കാരണം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് ഇൻഡിവിജ്വലായ സെഗ്മെൻറ്റുകളിൽ, അസംബ്ലിയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ഈവൻ പഞ്ചായത്തിലാണെങ്കിലും ഇൻഡിവിജ്വൽ സെഗ്മെൻറ്റുകളിൽ പെർഫോം ചെയ്യണം എന്ന ഒരു ബാധ്യതയുണ്ടായിരുന്നു. അത് മാറ്റിവെച്ചാൽ എന്ത് സംഭവിക്കും? ചില സെഗ്മെൻറ്റുകളിൽ, ചില അസംബ്ലി സീറ്റുകളിൽ നമുക്ക് സ്ട്രാറ്റജിക്കലായി വോട്ട് ചെയ്യാം എന്ന് രാഷ്ട്രീയ തീരുമാനം RSSും BJPയും എടുത്താൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ അക്രോസ് കേരള ചുരുങ്ങിയതൊരു 30 മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് തീരുമാനിക്കാം LDFനോ UDFനോ ആർക്കാണ് വിജയം കൊടുക്കേണ്ടത് എന്ന് RSSന് തീരുമാനിക്കാം. ഇതേ സാഹചര്യം ഇതിന് മുമ്പത്തെ ഇലക്ഷനിലും ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ഗ്രോത്ത് റേഞ്ചിലായിരുന്നു ആ പാർട്ടി. ഇപ്പോൾ അവരുടെ പരമാവധിയിലെത്തിയിരിക്കുന്നു. മറ്റ് അലയൻസ് ഇല്ലാതെ അവർക്ക് നേടാവുന്നതിൻ്റെ പരമാവധിയിലെത്തിയിരിക്കുന്നു. മറ്റ് പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. ഈഴവ വോട്ട് ബാങ്കിനെ പിടിക്കാനുള്ള ശ്രമം കഴിഞ്ഞ 2016 കൂടി തന്നെ അത് വേണ്ടത്ര ഫലം കണ്ടില്ല. ക്രൈസ്തവ വോട്ടിൽ നിന്ന് പോച്ചിങ് നടത്താനുള്ള ശ്രമവും ഇതുവരെ വിജയം കണ്ടിട്ടില്ല. അത് തിരിച്ചടിക്കുകയാണ് ചെയ്തത് എന്ന് തോന്നുന്നു. ആ ഘട്ടത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത കേരളത്തിൻ്റെ മന്ത്രിസഭ ഇന്ന പാർട്ടി, ഇന്ന മുന്നണി ഉണ്ടാക്കണം, LDF ആണോ UDF ആണോ ഉണ്ടാക്കേണ്ടത്, ഭരിക്കേണ്ടത് എന്ന് BJP തീരുമാനിച്ചാൽ അത് നടപ്പാകാവുന്ന അത്രയും സ്ട്രെങ്ത് ആ വോട്ടിനുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. പക്ഷെ അത് ചെയ്യാത്ര എളുപ്പമല്ലല്ലോ. കാരണം വെച്ചാൽ BJPക്ക് കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവിലുണ്ട്. അത്രയും ഒരു രാഷ്ട്രീയ ധാർമ്മികത അവർക്ക് അങ്ങനെ അതേക്കുറിച്ച് അവരത്ര കൺസേൺഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി എന്ന് പറയാം. ഇപ്പോൾ കോൺഗ്രസിനെ, നാഷണൽ ലെവലിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്നതിന് സ്ട്രാറ്റജിക്കലായി അവർ തീരുമാനിച്ചാൽ അവരുടെ വോട്ടിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ഉണ്ട്. ചില സവിശേഷ മണ്ഡലങ്ങളിൽ അങ്ങനെ 5000 വോട്ട് മറിക്കാമെന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പിൽക്കാലത്ത് അത് ഓഡിറ്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയാൽ മറിയാവുന്ന വിധത്തിലാണ് കേരള രാഷ്ട്രീയം കിടക്കുന്നത്. ഓഡിറ്റ് ചെയ്യപ്പെടും, ഒരു സംശയവുമില്ല. അവർക്ക് തിരിച്ചടിയാകും, അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. വിൻ ചെയ്യുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി ആയിരിക്കും കൂടുതൽ നഷ്ടപ്പെടുക. അതൊക്കെ സംഭവിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് എണ്ണം കൊണ്ട്
അത് ഭാവിയിൽ അങ്ങനെ കിടക്കുന്നു. ഭാവിയിൽ ബി ജെ പിക്ക് വളരാൻ ഏത് സാഹചര്യമാണോ ഗുണകരം എന്നതിനനുസരിച്ചൊരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ അവരെത്തിയേക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏത് മുന്നണി ഭരിക്കുന്നതാവും തങ്ങൾക്ക് ഗുണകരം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വോട്ട് വിനിയോഗിക്കാനുള്ള ഒരു സാധ്യത അവിടെ ശേഷിക്കുന്നുണ്ട് ഇപ്പോഴും എന്ന് നമ്മൾ കരുതണം. അതിനുള്ള അരിത്തമെറ്റിക്കായ സാഹചര്യം കിടക്കുന്നു എന്ന് കരുതണം. അത്ര കോൺസെൻട്രേഷൻ BJP വോട്ടിന് കിട്ടിയിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം 33 മണ്ഡലങ്ങളിൽ 30,000-ന് മേലെ BJPക്ക് വോട്ടുണ്ട്. അതിൽ പലതും വളരെ നിർണായകമായ മണ്ഡലങ്ങളാണ്. അതിൽ പലതും LDF UDF മാർജിൻ വളരെ ചെറിയായി 6,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ബി ജെ പിയെ സംബന്ധിച്ച് BJP ഇപ്പോൾ കേരളത്തിലൊരു നിർണായക നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിർണായക ശക്തിയായി മാറുക എന്നുള്ളത് 2026 ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അവർ ജയത്തിന് ശ്രമിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം പോലും വളരെ പരിമിതമായിരിക്കും. ഇപ്പോൾ ബഷീർ നേരത്തെ സൂചിപ്പിച്ച ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം അനുസരിച്ചിട്ടാണെങ്കിൽ 11 മണ്ഡലങ്ങൾ അവർ ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു. അതിപ്പോൾ തിരുവനന്തപുരത്ത് നേമമുണ്ട്, കഴക്കൂട്ടമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്, ആറ്റിങ്ങലുണ്ട്, കാട്ടാക്കടയുണ്ട്, തൃശ്ശൂർ, മണലൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഇത്രയും മണ്ഡലങ്ങൾ 6 മണ്ഡലങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്നു അന്ന്. അതായത് പിന്നെ മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് 9 മണ്ഡലങ്ങൾ രണ്ടാം സ്ഥാനത്തുണ്ട്. ആ രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മഞ്ചേശ്വരം ഉണ്ട്, കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്, ഹരിപ്പാടുണ്ട്, കായംകുളമുണ്ട്, വർക്കലയുണ്ട്, തിരുവനന്തപുരമുണ്ട്, കോവളമുണ്ട്, നെയ്യാറ്റിൻകരയുണ്ട്. ഇത്രയും സീറ്റുകളിൽ അവർ രണ്ടാം സ്ഥാനത്ത്. ഇത് 2024 ലോക്സഭയിൽ അസംബ്ലി സെഗ്മെന്റിലുള്ള കണക്കാണ്. പക്ഷേ ഇത് ലോക്കൽ ബോഡിയിലേക്ക് വരുമ്പോൾ കൗതുകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ നേമം വട്ടിയൂർക്കാവും മാത്രമേ ഒന്നാം സ്ഥാനം. പക്ഷേ രണ്ടാം സ്ഥാനത്തേക്ക് എടുത്താൽ രണ്ടാം സ്ഥാനത്ത് കൂടുതലുണ്ട്. രണ്ടാം സ്ഥാനത്ത് കൂടുതലുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഒരു വളരെ നിർണായകമായ പ്രസൻസ് നമുക്ക് അടുത്ത അസംബ്ലി സെഗ്മെൻറ്റിൽ പ്രതീക്ഷിക്കാവുന്നത്. ഞാൻ കഴിഞ്ഞ അസംബ്ലി സെഗ്മെൻറ്റിലെ മത്സരവും കൂടെ പരിഗണിച്ചിട്ടാണ് ഇത് പറയുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരുപക്ഷെ കഴക്കൂട്ടം, തൃപ്പൂണിത്തുറ, പാലക്കാട്, കൊടുങ്ങല്ലൂർ, വർക്കല, ഷൊർണൂർ, ഒറ്റപ്പാലം, അങ്ങനെ കുറച്ച് മണ്ഡലങ്ങളിലേ ഉള്ളൂ. മഞ്ചേശ്വരം, കാസർഗോഡൊക്കെ ഓൾറെഡി അവർക്ക് ഇൻറോഡ്സ് ഉള്ളതാണ്. അങ്ങനെ ഒരു 10-15 മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അവരുടെ ഇപ്പം അവരുടെ കണക്കിലെ A ക്ലാസ് കാറ്റഗറിയിലുള്ള മണ്ഡലമായിട്ട് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലപ്പുറത്തേക്ക് എന്താ പറയുക, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പാകത്തിൽ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേണിൽ ചേഞ്ച് ഉണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ പറയുന്നത് ഇപ്പോൾ 2016 മുതലുള്ള BJP 2016-ലും 2021-ലും 2016-ൽ BJP NDAയും കൂടെ ചേർന്നിട്ട് ഏതാണ്ട് 16% വോട്ട് 2016-ൽ അസംബ്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പിടിക്കുന്നുണ്ട്. പക്ഷേ 2021-ലേക്ക് എത്തുമ്പോൾ അത് കുറയുക ചെയ്ത്, അതായത് 12.45% മറ്റോ കുറയുക ചെയ്ത്. അപ്പോൾ എല്ലാ കാലത്തും, അതായത് BJPക്ക് ഒരു സാധ്യതയില്ല എന്ന ഘട്ടം വരുമ്പോൾ ഈ സ്വിങ് ചെയ്യുന്ന വോട്ടേഴ്സ് ആരാണോ ഭരണത്തിൽ വരാൻ സാധ്യതയുള്ളത് അവരിലേക്ക് മറിയുക എന്നുള്ളതാണ് കേരളത്തിൽ നടക്കുന്നൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് BJPന് ഡെലിബറേറ്റഡ് ഒരു പൊളിറ്റിക്കൽ തീരുമാനം എടുത്താൽ പോലും ഈ മണ്ഡലങ്ങളിലെ ഫലത്തെ അങ്ങനെ അട്ടിമറിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. ഞാനിത് പറയുന്നത് അവിടങ്ങളിലെ BJPയുടെ വോട്ടിൻ്റെ എണ്ണം വെച്ചാണ്. അതോടൊപ്പം അവിടെ LDF UDF തമ്മിലുള്ള ലീഡിൻ്റെ മാർജിൻ്റെ തിന്നസ് വെച്ചാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ മറിയാവുന്നതേ ഉള്ളൂ. അത്രയും വോളട്ടൈലാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ LDF UDF വ്യത്യാസം എന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതിനേക്കാൾ പ്രധാനമായൊരു കാര്യം, ഇപ്പോൾ രാജീവിൻ്റെ ഒരു ചിന്ത എന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. 15% മേലെ വരെ ഒരു പാർട്ടിക്ക് വോട്ട് ഷെയർ കിട്ടുന്നു. എന്നാൽ 1% താഴെ മാത്രമേ അവർക്ക് ഇലക്ട്രൽ ഗെയിൻ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. കേരളത്തിലൊരു 5% സ്വിംഗ് ഉണ്ടായാൽ പോലും ഭരണമാറ്റം സംഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇത്ര ഒരു 40-50 വർഷത്തോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും അവർക്കത് കിട്ടുന്നില്ല. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്ന് ഡെമോഗ്രഫിയുടെ പ്രത്യേകതയാണ്. കേരളത്തിൽ ഏതാണ്ട് 46% മൈനോറിറ്റി വോട്ടുള്ള സംസ്ഥാനമാണ്. 27% മുസ്ലിങ്ങളും 18%. 27 മുതൽ 28% വരെ മുസ്ലിം വോട്ടും 18 മുതൽ 19 വരെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടുമുള്ള സംസ്ഥാനമാണ് കേരളം. അതായത് ഏതാണ്ട് 45-46% വോട്ട് മൈനോറിറ്റി വോട്ടാണ്.
അതിലേക്ക് ഇൻട്രോഡ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് അത്ര എളുപ്പമല്ല. അതിന് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ സെലക്ട് ചെയ്തുകൊണ്ട് ഇൻട്രോഡ്സ് ഉണ്ടാക്കാനുള്ള ശ്രമം അവർ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ വലിയ വിജയമാണ് തൃശ്ശൂർ ഉണ്ടായത് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വിജയിക്കുമ്പോഴേക്കും നാഷണൽ ലെവലിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് ഇവിടെ അത് തകിടം പറയും. അത് തകിടം പറയുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലോ ഈസ്റ്റർ ദിനത്തിലോ ഒക്കെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ വിരുന്നിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അവരോടൊന്നിച്ച് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു എന്ന ഒരു പ്രൊപ്പഗാൻഡ ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ ഒക്കെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ക്രിസ്തീയ പുരോഹിതന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന വാർത്ത ഇങ്ങോട്ട് വരും. കേരളത്തിലേക്ക് അത് വന്നപ്പോൾ എന്താ സംഭവിച്ചത് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന, അതെ, വലിയ തോതിൽ സെക്യുലറായി ക്രിസ്മസ് ആഘോഷിക്കുന്ന ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ DYFI തന്നെ 2000-ഓളം യൂണിറ്റുകളിൽ ക്രിസ്മസ് കരോൾ നടത്തി. അപ്പോൾ കേരളം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ പിടിക്കുക എന്ന ശ്രമം ഏറെക്കുറെ അവസാനിച്ചു, അല്ലെങ്കിൽ നടക്കില്ല. അതിൻ്റെ ക്ലിയർ ഇൻഡിക്കേഷൻ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്തീയ വോട്ടുകളിൽ വലിയ ചേഞ്ച് ഉണ്ടായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആണ് BJP തൃശ്ശൂരത്തെ ജയം ആഘോഷിക്കാൻ ശ്രമിച്ചത്. അതിന് തൃശ്ശൂർ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പിന്നാക്കം പോവുകയാണ് BJP ചെയ്തത്. അതുപോലെ മുനമ്പം പോലുള്ളൊരു വിഷയം കത്തിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു BJP. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഒരു എഫക്റ്റും ഈ റിസൾട്ടിൽ ഉണ്ടായില്ല എന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഇൻട്രോഡ് ഉണ്ടാക്കാനുള്ളൊരു ശ്രമം ഏതാണ്ട് പരാജയമായിരിക്കും. മണ്ഡലങ്ങളിൽ വോട്ട് കൈമാറിയ കഥ പോലുമുണ്ട്. പക്ഷേ അത് ഒട്ടും എളുപ്പമല്ല കേരളത്തിൽ. അത് നടക്കില്ല, ദേശീയ തലത്തിലും അത് നടക്കില്ല. കാരണം വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് പോയിൻ്റാണ് ഇപ്പോൾ മുസ്ലിം മൈനോറിറ്റി. അതുകൊണ്ട് തന്നെ അത് സാധ്യമായ കാര്യമല്ല. പിന്നെ ബാക്കിയുള്ളത് 54% വരുന്ന ഹിന്ദു, അതിലെ ഈഴവ സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് അതിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി ഇതിനകം അതിന്റെ സാധ്യത എത്രമാത്രം ഇനി അവശേഷിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പരമാവധി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് അങ്ങോട്ട് മുമ്പോട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2016 അതിൻ്റെ ഒരു മാക്സിമം വോട്ട് ഷെയർ BJPക്ക് ഈഴവ സമുദായത്തിൻ്റെ പിന്തുണയിൽ നിന്ന് കിട്ടുന്നത്. ആ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അവർക്ക് ലഭിക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സിനാരിയോ അങ്ങനെയായിരുന്നു. അതായത് 400 സീറ്റിലധികം ഭൂരിപക്ഷത്തോടുകൂടി BJP മോദി വീണ്ടും അധികാരത്തിൽ വരും എന്ന വലിയ പ്രൊപ്പഗാൻഡ നടക്കുന്ന ഒരു സമയത്താണ് ആ വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. നമ്മൾ 2014 നിന്ന് 21 എത്തിയാൽ BJPയുടെ വോട്ട് ഷെയർ താഴെയാണ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു പരാതി NDA മുന്നണിയിൽ നിന്ന് തന്നെ വളരെ വ്യാപകമായി ഉയരുന്നൊരു കാഴ്ചയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ 2016 BJP വലിയ തോതിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചപ്പോൾ BDJSന് 4%-ലധികം വോട്ട് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. അത് 2021 എത്തിക്കുമ്പോൾ BDJSൻ്റെ വോട്ട് ഷെയർ ചുരുങ്ങുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈഴവ വോട്ടുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നത് പോലെ BJPയുടെ വോട്ടുകൾ BDJSലേക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതി അവർക്കുണ്ട്. ഈ ഒരു ഫ്രിക്ഷൻ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്, അത് അവർക്ക് മനസ്സിലാകുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈഴവ വോട്ടിലേക്ക് കൂടുതൽ കടന്നു കയറാൻ BJPക്ക് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ മാക്സിമം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിലപ്പുറത്തേക്ക് പോവുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് പറയുമ്പോൾ അവരുടെ RSSൻ്റെ മീൻസ് ഇൻറ്റേർണലായിട്ടുള്ള അവരുടെ ഒരു സങ്കടം, അല്ലെങ്കിൽ അവരുടെ ഒരു ധർമ്മസങ്കടം എന്ന് പറയുന്നത് കേരളം RSSൻ്റെ വലിയ ഭൂമികയിലൊന്നാണ്. അത് കാലങ്ങളായി അങ്ങനെയാണ്. ഒരു നാഷണൽ ലെവലിൽ ശാഖകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എടുത്താൽ, അതിൻ്റെ ഒരു സാന്ദ്രത എടുത്താൽ, ഡെൻസിറ്റി എടുത്താൽ കേരളത്തിൽ 5200-ലധികം ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇപ്പോൾ വളരെ മുമ്പ് 2 പതിറ്റാണ്ട് മുമ്പ് ഔട്ട്ലുക്ക് മാഗസിൻ RSSനെ കുറിച്ചൊരു സർവേ നടത്തിയപ്പോൾ കേരളമാണ് മധ്യപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള സംസ്ഥാനം എന്ന കണക്ക് വന്നിരുന്നു. പെർ ക്യാപിറ്റ RSS പ്രസൻസ് ഉള്ള, ഏറ്റവും ഉയർന്ന പെർ ക്യാപിറ്റ പ്രസൻസ് ഉള്ള സംസ്ഥാനം ഇപ്പോഴും കേരളമാണ്. പക്ഷേ അവർക്കത് ഇലക്ട്രൽ ഗെയിനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. രാമചന്ദ്ര ഗുഹയെപ്പോലുള്ള ആളുകളുടെ നിരീക്ഷണം RSSൻ്റെ വളർച്ചയ്ക്ക് കാരണമായ അതേ ഘടകങ്ങളാണ് BJPയുടെ ഇലക്ട്രൽ ഗെയിനിന് മുന്നിലുള്ള ബാരിയറായി നിൽക്കുന്നത്. കേരളത്തിൽ RSSൻ്റെ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ, അതുപോ ഇൻറ്റേർണൽ എനിമീസ് എന്ന് പറയുന്ന 3 C's അല്ലെങ്കിൽ 3 M's ആണ്. ക്രൈസ്റ്റ്, ക്രസൻറ്റ് ഓർ കമ്മ്യൂണിസ്റ്റ്, അതല്ലെങ്കിൽ മുസ്ലിംസ്, മിഷണറീസ്, മാർക്സിസ്റ്റ്. ഈ 3 C'സും
കൃത്യമായ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലായോ വളരെ ശക്തമായോ പ്രസൻസ് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിം പ്രസൻസും അതോടൊപ്പം ക്രിസ്ത്യൻ പ്രസൻസ് ഇതുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് RSS ഇവിടെ പെട്ടെന്ന് വളരുകയും വലിയ പെർ ക്യാപിറ്റ പ്രസൻസിലേക്ക് എത്തുകയും ചെയ്തത്. എന്നാൽ ഇതേ കാരണം കൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം, മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ സാന്നിധ്യം, ഇതുകൊണ്ടാണ് BJP ഇലക്ട്രൽ ഗെയിൻ നേടാതിരിക്കുന്നത്. ഇതൊരു പാരഡോക്സ് ആണ് യഥാർത്ഥത്തിൽ. പക്ഷെ അത് എത്ര കാലം ഇങ്ങനെ തുടരും? എങ്ങനെയാണ് അവർക്കൊരു മുന്നണിയിൽ നിന്ന് മറ്റ് മുന്നണിയിലെ സ്വാധീനമുള്ള ഒരു പാർട്ടിയെ സ്വന്തമാക്കി ഒരു കോമ്പിറ്റൻ്റ് ആയ ഒരു മുന്നണിയായി പോകാനെങ്കിലും BJPക്ക് കഴിയും? കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ സാധ്യമേ അല്ല BJPക്ക്. വളരെ വളരെ ചെറിയ പരീക്ഷണങ്ങൾ PC തോമസ് വഴിയൊക്കെ നേരത്തെ നടത്തിയിരുന്നു. പിന്നീട് PC ജോർജ് വഴി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പരീക്ഷണം BJP നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തിയെങ്കിൽ പോലും അതൊന്നും മതിയാവില്ല BJPക്ക്. അവരുടെ ഒരു ലക്ഷ്യം എന്താ പറയുക, പകുതിയെങ്കിലും സാധ്യമാക്കണമെങ്കിൽ ഇതൊന്നും മതിയാവില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയും ഇന്ത്യയിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് റൂൾ ഔട്ട് ചെയ്യാവുന്നൊരു പൊസിഷനാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ ഭാഗമാകും എന്നുള്ളൊരു സാധ്യത നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. പിന്നെ മുന്നണികളെടുത്തൊരു എഫേർട്ടും നമ്മൾ കാണാതിരുന്നുകൂടാ കാലങ്ങളായിട്ട്. ഇപ്പോൾ BJPയുടെ വോട്ട് വാങ്ങി എന്നുള്ള അലിഗേഷനൊക്കെ ഇപ്പോൾ വടകര ബേപ്പൂർ മോഡൽ, കോലിബി സഖ്യം എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ BJPയുമായി CPM ബന്ധം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം അവിടെ നിലനിൽക്കുന്നത്. ഈ രണ്ടും ഇതിൽ വടകര ചില സ്പെസിഫിക് മണ്ഡലങ്ങളിൽ വോട്ട് കൈമാറിയ കഥ പോലുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും BJPയുടെ ഒരു വളർച്ചയെ, ഇലക്ട്രൽ വളർച്ചയെ തടയുന്നതിൽ കേരളത്തിലെ മുന്നണി സംവിധാനം വളരെ ടാക്ടിക്കലായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മഞ്ചേശ്വരം ഉദാഹരണമായിട്ടെടുത്ത് KG മാരാർ മത്സരിക്കുമ്പോൾ മഞ്ചേശ്വരം ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായിരുന്നു BJPക്ക്. പക്ഷേ അവിടെ വളരെ വളരെ സമർത്ഥമായിട്ട് മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിട്ടുകൊണ്ട് അതിനെ തടഞ്ഞു LDF എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഷാഫി പാലക്കാട്ട് മത്സരിച്ചപ്പോഴും ഇതേ കാര്യം സംഭവിച്ചു. അവസാന നിമിഷങ്ങളിലെ വോട്ടിൽ 2021 ഈ ശ്രീധരനും ഷാഫിയും തമ്മിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ വോട്ടെണ്ണലിൻ്റെ അവസാന ഘട്ടത്തിലാണ് വിന്നിംഗ് മാർജിനിലേക്ക് ഷാഫി എത്തുന്നത്. ആ അവസാന ഘട്ടത്തിലെ പഞ്ചായത്തുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഷാഫിക്ക് ജയിക്കാനുള്ള വോട്ട് കിട്ടുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ടാക്ടിക്, അതുപോലെ കഴിഞ്ഞ തവണ രാജഗോപാൽ മത്സരിച്ച് കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു മണ്ഡലത്തെ അവിടെ പരാജയപ്പെടുത്താനായിട്ട് K മുരളീധരനെ പോലെ വളരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ UDF മത്സരിപ്പിക്കുമ്പോഴാണ് അവിടെ ശിവൻകുട്ടിക്ക് ജയിക്കാൻ കഴിയുന്നത്. അവിടെ അത്തരമൊരു തീരുമാനം UDF എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടെ BJPയുടെ അക്കൗണ്ട് തുടരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ടാക്ടിക്കലായിട്ട് മുന്നണികൾ എന്താ പറയുക, BJPയുടെ ഒരു ഇലക്ട്രൽ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്ന കാഴ്ച കൂടെ നമ്മൾ പാരലലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫലമാണ് സത്യം പറഞ്ഞാൽ BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കുക. ഇപ്പോൾ മഞ്ചേശ്വരത്ത് നേരത്തെ തന്നെ BJP ഒരു സീറ്റ് നേടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ഇലക്ട്രൽ ഗെയിൻ കുറച്ചും കൂടെ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും ഒരു സീറ്റിലെങ്കിലും ജയിക്കുന്ന പാർട്ടിയാണിത് എന്ന തോന്നൽ നേരത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഹിന്ദു വോട്ട് ബാങ്കിൽ BJPയോട് ചായ്വുണ്ടായിരിക്കെ തന്നെ UDFനും LDFനും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർ വളരെ പെട്ടെന്ന് അങ്ങോട്ട് മറിയുമായിരുന്നു. ഇതിനെ തടഞ്ഞു നിർത്തുന്നതിൽ കേരളത്തിലെ മുന്നണി സംവിധാനവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇനിയും തുടരും എന്നും ഞാൻ വിചാരിക്കുന്നു. മോഡി വേവിൻ്റെ ഒരു പീക്ക് പിന്നിട്ടു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ പീക്കിൽ പോലും കേരളത്തിൽ ഒരു ഇലക്ട്രൽ ഗെയിൻ ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കാതെ വന്നു. അതിൻ്റെ ഡിക്ലൈൻ കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിന് സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ BJPക്ക് ഒരു തരത്തിലും കടന്നു വരാൻ കഴിയാതെ ഈ മോഡി കാലവും BJPയുടെ ഈ ഒരു തരത്തിലുള്ള പ്രൊമിനൻസും അവസാനിക്കും. സൗത്ത് ഇന്ത്യയിലേക്ക് പൊതുവായും ഇപ്പോൾ തമിഴ്നാടും കേരളവും എടുത്താൽ കേരളം സവിശേഷമായും BJP എല്ലാ കാലത്തേക്കും റെസിസ്റ്റ് ചെയ്യും എന്ന് കണക്കാക്കാം. എല്ലാ കാലത്തേക്കും റെസിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അധികാരത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതിയെ റെസിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. പക്ഷേ അവരൊരു പക്ഷേ നമ്പർ ഓഫ് സീറ്റുകളുടെ എണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ കൂട്ടിയേക്കാം. ഇപ്പോൾ പോലും അതിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നത്. അതിനുള്ള ശ്രമം BJP നേരത്തെ തുടങ്ങുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വാർത്തകളിൽ നിന്ന്. അപ്പോൾ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, അതുപോലെയുള്ള മണ്ഡലങ്ങൾ, കാട്ടാക്കട,
അതുപോലെയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ ഒരു നേതാവിനെ തന്നെ സ്ഥിരമായി ഒരു മണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രസ്താവന നടത്തുമ്പോഴും പിന്നെയും വലിയ തോതിൽ പരിഹസിക്കപ്പെട്ട ഒന്നായിരുന്നു 35 സീറ്റിൽ ജയിച്ചാൽ ഞങ്ങൾ അധികാരം പിടിക്കും എന്ന അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന. ഇപ്പോൾ BJP അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നില്ലെങ്കിൽ പോലും അവരത് ലക്ഷ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നേമം വട്ടിയൂർക്കാവ് നമ്മൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡെമോഗ്രാഫിക് ഇക്വേഷൻസ് ഒരുപക്ഷെ BJPക്ക് നേമത്ത് പ്രതികൂലമായേക്കും. വട്ടിയൂർക്കാവിൽ ഒരുപക്ഷെ സിറ്റിംഗ് MLAയുടെ സ്വാധീനം BJPക്ക് ഇത്തവണയും വഴിയടയ്ക്കാനുള്ള. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാരലബ്ധി അതെങ്ങനെ സ്വാധീനിക്കും? അത് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ BJP ജയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം നരേന്ദ്രമോദി വരികയും സുരേഷ് ഗോപിയോടൊത്ത് സഞ്ചരിക്കുകയും വലിയ ഹൈപ്പ് ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ കൂടെ ഫലമായിട്ടാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP ജയിക്കുന്നത്. ആ ഹൈപ്പിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അതേപോലെ ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനനുസരിച്ച് കേരളത്തിലെ വോട്ടർമാർ പ്രതികരിക്കും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് മാത്രമല്ല, ഈ ഭരണത്തിന്റെ ഒരു പ്രത്യേകത, അത് കോർപ്പറേഷനിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും വളരെ പെട്ടെന്ന് അതിൻ്റെ അത് അധികാരത്തിലേക്ക് കയറുമ്പോൾ വലിയ സാധ്യതകൾ മുന്നോട്ട് വെക്കുമെങ്കിലും ഭരണത്തിൽ തുടരുമ്പോൾ അത് 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 എക്സ്പോസ്ഡ് ആവുകയും അത് പരാജയങ്ങൾക്ക് കാരണമാവുകയാണ്. അത് സർക്കാരുകളുടെ പൊതു സ്വഭാവം തന്നെയാണ്. അതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലും അത് തന്നെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ ഇതിന് മുമ്പ് ഉദാഹരണങ്ങൾ അങ്ങനെയാണ്, ഹരിപ്പാട് പോലെയുള്ള ഉദാഹരണങ്ങൾ അങ്ങനെയാണ്. അത് മാത്രമല്ല, അതിൻ്റെ വളരെ പ്രത്യക്ഷ സൂചനകൾ അവർ അധികാരത്തിലേറിയതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ മുന്നിലേക്ക് വരുന്നുമുണ്ട്. ഇവർക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന സംശയം വളരെ പ്രകടമായി തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. KSRTCയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് മേയർ നടത്തിയൊരു പ്രസ്താവന വലിയ തോതിലാണ് അതിനെതിരായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇവരെയാണ് ലക്ഷ്യമിടാൻ പോകുന്നത്. അതിനെ മറയ്ക്കാൻ ഇപ്പോൾ നരേന്ദ്രമോദി 2 വട്ടം വന്നുകൊണ്ടോ, ഇപ്പോൾ വലിയ എന്താ പറയുക, തിരുവനന്തപുരം മൊത്തത്തിൽ വലിയ സ്വർഗമാക്കാൻ പോകുന്നു എന്നുള്ള പ്രസ്താവന നടത്തിക്കൊണ്ടോ മാത്രം അത് പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു. അതോടൊപ്പം കൺസിസ്റ്റൻ്റ് ആയ ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു പ്രശ്നം കേരളത്തിൽ നേരിട്ട ഒരു പാർട്ടി BJP മാത്രമാണ് എന്ന് പറയാം. ഒരുപാട് നേതാക്കളെ മാറ്റി 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 പരീക്ഷിച്ച് നോക്കുന്നു, ഒടുവിൽ ഒരു കോർപ്പറേറ്റ് ലീഡറിലേക്ക് എത്തുന്നു. അത്തരത്തിൽ ഉള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ പാർട്ടിക്കകത്ത് കോൺഫ്ലിക്റ്റ് കൂടിക്കൂടി വരുന്നു. ഇതൊക്കെയാണ് ഈ നേതൃപരമായ വാക്വം എന്ന് പറയുന്നതും BJPയെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും കാലമായിട്ടും പരിഹരിക്കാൻ പറ്റാത്ത. അതും നേരത്തെ കേരളത്തിൽ മുന്നണികൾ BJPയെ ചെറുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും ആ ടെംപ്റ്റേഷനിൽ നിന്ന് മാറി നിന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അസമിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ പഴയ മന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ ആണ് പിൽക്കാലത്ത് BJPയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി തീരുന്നത്. ആ അന്തരീക്ഷവും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും ഇൻഡിവിജ്വലായി തന്നെ അതിൽ ജാഗ്രത പുലർത്തി എന്ന് വേണം പറയാൻ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലൊക്കെ നടന്നതുപോലുള്ള കലുങ്ക് സംവാദങ്ങൾ വ്യാപകമായിട്ട് കേരളത്തിൽ BJP നടത്തട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ BJPയുടെ പെർഫോമൻസ് എന്തായിരിക്കും പോസ്റ്റ് ഇലക്ഷൻ സംഭവിക്കുക എന്നുള്ളതോട് നമ്മൾ കൗതുകപൂർവ്വം കാത്തിരുന്ന് കാണേണ്ടി വരും. അത്തരം പരിപാടികളാണല്ലോ ഇവർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴിയാണല്ലോ ഇവർ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ പ്രതീക്ഷ ശശി തരൂരായിരുന്നു. അതെ, ശശി തരൂർ വയനാട്ടിൽ നിന്നുള്ള വാർത്ത വെച്ച് ശശി തരൂർ ബാക്ക് ടു ഹോം പോയെന്നാണ് തോന്നുന്നത്. BJPയുടെ ഒരു പ്രോബ്ലം, BJP ഇപ്പോഴും നോർത്ത് ഇന്ത്യൻ പാറ്റേൺ വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലും അവരുടെ ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കലുങ്ക് സംവാദം പോലുള്ള സംഗതികളൊക്കെ അതൊക്കെ ഒരുപക്ഷെ അവിടെ നടക്കുമായിരിക്കും, ഇവിടെ അത്രത്തോളം നടന്നോളുന്നില്ല. കാരണം വെച്ചാൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു പൊയ്മുഖം ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും. അതിനൊരു പ്രശ്നം അത് ഇവർക്ക് മനസ്സിലാവും. ഈ 15% മേലെയുള്ള വോട്ട് അനാഥമായി കിടക്കുന്നു എന്ന പാരഡോക്സ് അതവിടെ കിടക്കും. അത് ഏത് വിധത്തിലായിരിക്കും ഉപയോഗിക്കപ്പെടുക എന്നുള്ള സംശയങ്ങൾ അവിടെ ഉണ്ട്. അത് ഏതെങ്കിലും ചില മണ്ഡലങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ കീനായി മത്സരിക്കുകയും ബാക്കി മണ്ഡലങ്ങളിൽ നേരത്തെ ബഷീർ പറഞ്ഞ മാതിരി കേരളത്തിൽ ഭാവിയിൽ വളരാൻ പാകത്തിനുള്ളൊരു നിക്ഷേപമായിട്ട് ആ വോട്ടിനെ ഉപയോഗിക്കുകയോ ചെയ്യുമോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും BJPയുടെ കേരളത്തിലെ പെർഫോമൻസ് അതെങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ മുന്നേറ്റം BJPക്ക് തുടരാൻ സാധിക്കാത്തൊരു പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും BJPയുടെ പെർഫോമൻസ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ കൗതുകരമായ ഒരു കാഴ്ചയായിരിക്കും. അതിലുപരി കേരളത്തിൻ്റെ മുന്നണി സംവിധാനത്തിൽ
ഏത് മുന്നണിക്കാണ് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പാകത്തിൽ BJP വോട്ട് പിടിക്കുക അല്ലെങ്കിൽ BJPയുടെ വോട്ട് ഉപയോഗിക്കുക എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രീ റോൾസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.